എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടേക്ക് സ്റ്റോക്ക് റെഗുലർലി. അതായത് സ്ഥിരമായിട്ട് നമ്മൾ കണക്കെടുക്കുക എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ കണക്കെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് തോന്നുന്നത് എന്താണ്, വരവ് ചെലവിൻ്റെ കണക്ക് നമ്മൾ എഴുതി തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, വരവിൻ്റെയും ചെലവിൻ്റെയും മാത്രമല്ല, ആ പ്രസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ കണക്കെടുക്കുകയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രസ്ഥാനത്ത് ഒരു 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ 2 പേരും ശരിക്കും പണിയെടുക്കുന്നുണ്ടോ? അവർക്ക് പറ്റിയ കാര്യങ്ങളാണോ അവർ ചെയ്യുന്നത്? അവർക്ക് ആ ഒരു പ്രസ്ഥാനത്ത് വളരാനുള്ള അവസരങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും അതിന് വേണ്ട നടപടികളും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു നേതാവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കണക്കെടുപ്പ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആ രാജ്യത്ത് ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ സന്തുഷ്ടരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ രാജാവ് വേഷം മാറിയിട്ടാണെങ്കിലും ഇടയ്ക്കെങ്കിലും ആ രാജ്യത്ത് സന്ദർശിക്കുമായിരുന്നു. അതല്ലാതെ നമ്മളൊരു നേതാവ്, വലിയൊരു നേതാവാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അറിയണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരവിൻ്റെയും ചെലവിൻ്റെയും കണക്കെടുക്കുന്നത് പോലെ തന്നെ ജനങ്ങളുടെയും കണക്ക് തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതാണ്. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സേവനം കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, കൂടുതലായിട്ട് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള രീതിയിലും ചിന്തിച്ച് അതിന് വേണ്ട നടപടികളും നമുക്ക് എടുക്കാൻ പറ്റേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാവർക്കും അവരവരുടെ പ്രസ്ഥാനത്തെ വലിയൊരു നിലയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.